Praise the Lord. Hallelujah. Praise Lord. Hallelujah. Amen. Thank you Amen. so much. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രയർ ലൈനിൽ ഈ രാവിലെ എളിയവനും പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. വിവിധ സ്ഥലങ്ങളില് പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ആയിരുന്ന വിവിധങ്ങളായ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ സന്നദ്ധയിൽ നമുക്ക് നമ്മുടെ അപേക്ഷകളുമായി കടന്നു വരുവാൻ നൽകി തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയ അഭിഷിക്ത ദൈവദാസന്മാരെ, പ്രിയ സഹോദരിമാരെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ഇതിനേക്കാളുപരിയായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പേര് ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ബോവസ് എന്നാണ്. നാട്ടിലെ ട്രിവാൻഡ്രത്താണ് എന്റെ സ്വദേശം. ദൈവത്തിന്റെ കൃപയാല് കഴിഞ്ഞ 2001 മുതല് പൂർണ്ണ സമയം കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. 1993 മുതൽ 96 വരെ BTH-ഉം പിന്നെ അതിനുശേഷം MDU ഒക്കെ പഠിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു എന്റെ പ്രവർത്തനം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് വെസ്റ്റ് സെക്ഷനിലായിരുന്നു ഞങ്ങളുടെ പയനിയർ വർക്ക്. അതിനോട് ചേർന്ന് ട്രിവാൻഡ്രത്ത് ബഥനി ബൈബിൾ കോളേജ് എന്ന ഒരു ബൈബിൾ സ്കൂള് ഇന്നുണ്ട്. അവിടുത്തെ ഒരു അധ്യാപകനായിട്ടും കൂടെ നിന്നുകൊണ്ട് കർത്താവിന്റെ വേലയിൽ 2001 മുതൽ 2005 വരെ പ്രയോജനപ്പെടുവാനായിട്ട് എന്നെ കർത്താവ് സഹായിച്ചു. 2005 ഓൾ ഫോർ ക്രൈസ്റ്റ് എന്ന ഒരു മിനിസ്ട്രി ഞങ്ങള് ദേവദാസന്മാർ ചേർന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ തുടങ്ങി. ഒറീസയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ കടന്നു പോകുവാനിടയായി. 1993 ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒറീസയിലേക്ക് കടന്നു പോകാൻ പ്രാക്ടിക്കൽ മിനിസ്ട്രിയുടെ സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന 2 ഒറിയ സഹോദരന്മാർ, PK ബെഹ്റ, താമ സിംഗ് എന്ന് പറയുന്ന 2 സഹോദരന്മാരോടുകൂടെ ഒറീസയിലേക്ക് ആ സമയത്ത് കടന്നു പോകാനായിട്ടുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം പിന്നെ 2005 ഞങ്ങള് പ്രവർത്തനവുമായിട്ടൊക്കെ അങ്ങോട്ട് നീങ്ങുന്നത്. വിവിധങ്ങളായിരിക്കുന്ന നിലകളിൽ ദൈവം പ്രയോജനപ്പെടുത്തുവാനിടയായി. 2008 കന്തമാൽ വയലൻസ് സന്ദർഭത്തിൽ ഒത്തിരി കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ വ്യാപിച്ചു ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു 48 ദൈവദാസന്മാർ വിവിധ വില്ലേജുകളിൽ കർത്താവ് വേലയിലായിരിക്കുന്നു. ഈ 48 പേരും ഞങ്ങളുടെ ഒരു ബൈബിൾ സ്കൂളില് ഉണ്ട്. സൊറഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ FC മിഷൻ ബൈബിൾ കോളേജ്. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവിടെ പഠിച്ച് ദൈവത്തിലേക്ക് വേണ്ടി സമർപ്പിച്ച ദേവദാസന്മാരാണ് ഈ വില്ലേജുകളിലൊക്കെ. ഒറീസയിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം, മിക്കവാറും വില്ലേജുകളെല്ലാം കുയി എന്ന് പറയപ്പെടുന്ന ട്രൈബൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളാണ്. ഒഡിയ ലാംഗ്വേജുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. സോ അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ദേവദാസന്മാരെ ട്രെയിൻ ചെയ്ത് അവരുടെ ഇടയിലേക്ക് തന്നെ അയക്കുന്ന ഒരു മിനിസ്ട്രി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും 15 പേരെയാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. ഇപ്പോഴും ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും കൂടെ ഓർക്കുക. വിവിധങ്ങളായിരിക്കുന്ന നിലകളിൽ ഞങ്ങളുടെ ദേവദാസന്മാര് ഞങ്ങളൊക്കെ ഈ നാളുകളിൽ മുൻപ് വലിയ പ്രതികൂലങ്ങളോ അങ്ങനെയൊന്നും വലുതായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ നാളുകളിൽ വളരെ ഭയത്തോടെയാണ് ദേവദാസന്മാർ ദൈവവേലയിലായിരിക്കുന്നത്. എനിക്കറിയാം, ഇന്ത്യയിൽ ദൈവമക്കള് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഇവിടെ US-ല് അനേക സഭകളും ദേവദാസന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി. ഇവിടെയുള്ള ദേവദാസന്മാർ നോർത്ത് ഇന്ത്യയിൽ പല നിലകളില് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അനേക ദേവദാസന്മാരെ സഹായിക്കും. ഞാൻ ഇന്നലെ ഒരു ദേവദാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏകദേശം 200 സഭകൾ അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യയിലുണ്ട്. 200 സഭകൾ. ഇവിടെ അദ്ദേഹം ഒരു ചർച്ചിലെ ഒരു മെയിൻ പാസ്റ്റർ അല്ല, ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ അദ്ദേഹം ആയിരിക്കുന്നു. പക്ഷെ ആ ദേവദാസൻ 200-ലധികം സഭകളെ സപ്പോർട്ട് ചെയ്യും, അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദേവദാസൻ ഇന്നലെ പരിചയപ്പെടുവാനിടയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവരെ ഓർത്ത് അമേരിക്കയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുവിശേഷ വേല ചെയ്യുന്ന ദൈവമക്കളെയും ദേവദാസന്മാരെയും ഓർത്ത് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പ്രഭാതത്തിൽ അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് ഭാര്യയും 3 മക്കളെയും ദാനമായിട്ട് നൽകി തന്നിട്ടുണ്ട്. മൂത്തത് മകളാണ്, അവള് BSc ഫൈനൽ ഇയർ പഠിക്കുന്നു, ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തത് ആൺകുട്ടികളാണ്, 2 ഇരട്ട കുഞ്ഞുങ്ങളാണ്.
ട്വിൻസ് അവര് +2 കഴിഞ്ഞിട്ട് രണ്ടുപേരും ബാംഗ്ലൂരിലെ SABC ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. രണ്ടുപേരും ബൈബിൾ കോളേജിലെ ട്രെയിനിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരും ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചു. ഞങ്ങളും അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആശിച്ചു. ദൈവം ആ നിലകളിലേക്ക് അവരെ ഒരുക്കിയതിനായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് ദയവായിട്ട് പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കുന്നു. ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ വന്നത് സിയാറ്റലിലാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ഞാൻ ഹ്യൂസ്റ്റണിൽ, അത് ഫസ്റ്റ് ടൈമാണ് ഹ്യൂസ്റ്റണിൽ വരുന്നത്. ചിലരൊക്കെ പരിചയപ്പെടുവാൻ കർത്താവ് ഈ ചുരുങ്ങിയ ചില ദിവസങ്ങൾ കൊണ്ടിടയാക്കി. ഈ വരുന്ന ആഴ്ചയിൽ ഡാലസിലേക്ക് കടന്നു പോകുന്നു. അവിടെ ചില മീറ്റിങ്ങുകളുടെ ക്രമീകരണങ്ങൾ ഒരുങ്ങപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഷിക്കാഗോയിലേക്കും പിന്നെ നാട്ടിലേക്കും കടന്നു പോകാനായിട്ടാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിയവനെയും കൂടെ ഓർക്കുവാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. വേദപുസ്തകങ്ങളെ നമുക്ക് തുറന്നുകൊണ്ട് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വചനഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമായിട്ട് അറിയുന്ന ഒരു വചനമാണല്ലോ. ആരെങ്കിലും മൈക്രോഫോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വചനം ഒന്ന് വായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നടച്ച് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തിരുവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടയട്ടെ. Glory be unto the Lord. Hallelujah. We thank you, Jesus. Thank you, Jesus. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുകയാണ്, നന്ദിയോടെ സ്തുതിക്കുകയാണ്. നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തുന്ന കർത്താവേ, ജപവേളை ഉമൈ തേടി വந்தേ ദേവാ பதில் தாருமே. எந்தன் ஜபவேளையுமை தேடி வந்தே தேவா பதில் தாருமே. எந்தன் கோட்டை எந்தன் தஞ்சம் நிறே உமை நான் நாடி வந்தேன். எந்தன் கோட்டை எந்தன் தஞ்சம் நிறே உமை நான் நாடி வந்தேன். எந்தன் ஜப வேளை உமை தேடி வந்தேன். தேவா பதில் தாருமே. സോരാത്തു ജപിത്തിട ജപാവിവരം താരുമേ. തടയാവും അകറ്റിടുമേ. ദയ കേട്ടു ഉൻ പാദം വന്ദേ. സോരാത്തു ജപിത്തിട ജപാവി വരം താരുമേ. തടയാവും അകറ്റിടുമേ. ദയ കേട്ടു ഉൻ പാദം വന്ദേ. എന്തൻ ജപവേളയുമൈ തേടി വந்தേ. ദേവാ பதிൽ താരുമേ. എന്തൻ ജപവേളയുമൈ തേടി വந்தേ. ദേവാ பதிൽ താരുമേ. എന്തൻ കോട്ടை எந்தன் தஞ்சம் நிறே உமை நான் நாடி வந்தேன். எந்தன் கோட்டை எந்தன் தஞ்சம் நிறே உமை நான் நாடி வந்தேன். எந்தன் ஜப வேளை உமை தேடி வந்தேன். தேவா பதில் தாருமே.
ഞങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ അപേക്ഷകളുമായി, ഞങ്ങളുടെ പ്രാർത്ഥനകളുമായി, ഞങ്ങളുടെ യാചനകളുമായി, വിവിധങ്ങളായ ഞങ്ങളുടെ ആവശ്യങ്ങളുമായി അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഈ സമയത്തും കടന്നു വരുന്നു. അതിനുവേണ്ടി അവിടുത്തെ അഭിഷിക്തരെ ഒരുക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആയിരുന്നു കർത്താവിന്റെ സന്നിധിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ മക്കളെ ഒരുക്കിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ചുരുങ്ങിയ ചില മിനിറ്റുകൾ ഈ വചനഭാഗം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിന്റെ വ്യാപാരം ഞങ്ങളിൽ ക്രിയ ചെയ്തു തുടങ്ങട്ടെ. ഇതിനകത്ത് ഏത് ആവശ്യങ്ങളോടെ, ഭാരത്തോടെ, ഏത് വിഷയങ്ങളോടെ അവിടുത്തെ വചനത്തിന്റെ മുൻപിലായിരിക്കുന്നുവോ വചനം ഇടപെടണമേ. എന്റെ വചനം ജീവിക്കുന്നതാണ്, വെറുതെ കടന്നുപോയി മടങ്ങി വരുന്നില്ല, പ്രവർത്തി തികയ്ക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവപ്രവർത്തിക്കായിട്ട് ഏൽപ്പിക്കുകയാണ്. വിവിധങ്ങളായിരിക്കുന്ന ആ മേഖലകളിൽ ദൈവാത്മാവ് വചനത്തിലൂടെ ഇടപെടണമേ. അവിടുത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, റിന്യൂ ചെയ്യണമേ, റിവൈവ് ചെയ്യണമേ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. താങ്ക് യു ദൈവമക്കളെ. നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനഭാഗം നമുക്ക് പ്രാർത്ഥിക്കുവാൻ. ഓർലാൻഡോയ് സഭയെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം. Glory to God. Hallelujah. നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. നമ്മൾ വായിച്ചതായിരിക്കുന്ന വചനഭാഗം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവരും വളരെ മനഃപ്പാഠമാക്കിയിരിക്കുന്നതും പല സന്ദർഭങ്ങളിൽ ദൈവാവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും വചനങ്ങൾ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്തൊരു വചനഭാഗമാണ്. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കർത്താവ് അയക്കുന്നതിന് മുൻപ് നൽകി തരുന്ന ഒരു പ്രോമിസാണ്, നമുക്ക് തരുന്ന ഒരു കൺഫർമേഷനാണ്. അവർ അതിനുവേണ്ടി കാത്തിരുന്നു. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും ശമര്യയിലും യഹൂദ്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ആണ് ഇവിടെ നമ്മൾ വായിച്ചത്. കർത്താവ് ആ പ്രവചനം, ആ ഒരു വചനം ശിഷ്യന്മാർക്ക് ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടി പോലെ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ കർത്താവ് അയച്ചു കൊടുത്തു. പെന്തക്കോസ്റ്റ് ദിവസത്തിങ്കൾ, ഹല്ലേലൂയ, 50th ഡേ മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ചവർ കൂടി കാത്തിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ദൈവത്തിന്റെ ആത്മാവിനെ വിവിധ നിലകളിലാണ് ദൈവദാസന്മാർ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കത്തക്ക നിലകളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാനായിട്ടും കഴിയാറില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഭയങ്കരമായ ക്ലാസ്സുകള് തിയോളജിക്കലി ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. എങ്കിലും നമുക്ക് കൂടുതൽ അങ്ങോട്ട് അറിയാനൊക്കെ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ്. കാരണം ഇതൊരു പഠനത്തിൽ കൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു അറിവല്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ നല്ലതാണെങ്കിലും അനുഭവിക്കുന്നതിലൂടെയാണ് ഇതിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ശുശ്രൂഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് 4 വിധത്തിൽ ഇടപെട്ടതായിട്ട്, 4 അനേക സന്ദർഭങ്ങളിൽ എല്ലാം പരിശുദ്ധാത്മാവിൽ തന്നെയായിരുന്നു. എങ്കിലും ഞാൻ ഇന്ന് അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് യേശുവിന്റെ ശുശ്രൂഷയിൽ ഇടപെട്ട 4 അതിപ്രധാനമായ സംഭവങ്ങൾ. അത് ആ ഒരു 4 മേഖലകൾ നമ്മൾ യേശുവിൽ മാത്രം അല്ല നമ്മൾ കാണാൻ പോകുന്നത്. അത് യേശുവിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളായ നമുക്കും അതേ അനുഭവം പ്രാപിക്കാൻ കഴിയും. അതിനുള്ള അവസരം കർത്താവ് നമുക്കും തന്നിട്ടുണ്ട്. അത് വചനാടിസ്ഥാനത്തിൽ ഞാനൊരു 4 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ടും കൂടെ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസ്ഥലത്തിലായിരിക്കും. ഇതിനകത്തിരിക്കുന്ന മിക്കവാറും അഭിഷക്ത ദൈവമക്കളാണ്, ദൈവവേല ചെയ്യുന്ന ദാസന്മാരാണ്, പ്രോഫറ്റ്, ഒത്തിരി പ്രവചനങ്ങളിലൂടെ ഒക്കെ കർത്താവ് ഉപയോഗിക്കുന്ന ശുശ്രൂഷകരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും വളരെ ആവശ്യമാണ്. ഞങ്ങളെ ഓർക്കണമെന്ന് വിനീതമായിട്ട് ഒരിക്കൽ കൂടെ അപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്പർ 1, മത്തായി സുവിശേഷം 1-ാം അധ്യായം
അതിന്റെ 18 വാക്യം വായിക്കുമ്പോൾ യേശു ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് അവിടെ വായിക്കുന്നു. ഞാൻ ഈ പറയുന്ന വചനഭാഗം വായിക്കാൻ വേണ്ടി മാത്രം ഒരാൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നത് വളരെ എനിക്കും അതൊരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ അന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 1-18 വാക്യത്തിൽ യേശുവിന്റെ ആരംഭ ഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. ആത്മാവിനാൽ യേശു മറിയയുടെ ഉദരത്തിൽ കടന്നു വരികയാണ്. ആത്മാവിന്റെ ഒരു പ്രവൃത്തി യേശുവിന്റെ ജനനത്തിങ്കൽ തന്നെ നമ്മൾ കാണുന്നു. ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ബൈ the help of the Holy Spirit. ആത്മാവിനാൽ, ദൈവാത്മാവിനാലാണ് എന്ന് അവിടെ എഴുതി. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അതുപോലെ തന്നെ യേശുവിൽ ആത്മാവ്, യേശുവിന്റെ ജനനത്തിന് പരിശുദ്ധാത്മാവ് ഒരു ഘടകമായതുപോലെ ദൈവ മക്കളാകുന്ന നമ്മുടെ ലൈഫിൽ അത് എത്രത്തോളം അങ്ങനെ അത് സംഭവിക്കുന്നു എന്നതിനും കർത്താവ് വചനത്തിലൂടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-5 വാക്യത്തിലൂടെ നമുക്കും ആ ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. നമുക്കറിയാം ആ ഭാഗം. നിക്കോദീമോസ് എന്ന് പറയപ്പെടുന്ന പള്ളിപ്രമാണി, ഭക്തനായ മനുഷ്യൻ അവിടെ യേശുവിന്റെ അടുക്കൽ കടന്നുപോയി സംവാദിക്കുന്നതിനിടയിൽ യേശു ആ മനുഷ്യനോട് പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലൈഫിലും ഒരു ജനനം ആവശ്യമാണെന്ന് കർത്താവ് പറയുന്നു. അതൊരു പുതിയ ജനനമാണ്, ഒരു വീണ്ടും ജനനമാണ്, ഒരു ന്യൂ ബർത്ത് ആണ് എന്ന് കർത്താവ് പറയുന്നു. ഇത് നിക്കോദിമോസിനോട് യേശു പറഞ്ഞപ്പോൾ അവൻ എത്രത്തോളം അത് അംഗീകരിക്കാൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചിലരോടൊക്കെ ചില ആത്മീയ ദൂതുകൾ പറയുമ്പോൾ ഇതുപോലെയാണ്. അവര് അതിനെ ഭൗതിക തലത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്, അതിനെ വളരെ വൈകാരികമായ നിലകളിലൊക്കെ അതിനോട് സമീപിക്കാറുണ്ട്. പക്ഷെ ദൈവമക്കളെ, നമുക്കറിയാം ചില ദൂതുകളൊക്കെ നമ്മോട് ദൈവം സംസാരിക്കുമ്പോൾ അത് ആത്മീയ തലത്തിലാണ് നമ്മളത് വ്യാഖ്യാനിക്കുന്നത്, ആത്മീയമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. യേശു ആ ദൂത് പറഞ്ഞപ്പോൾ നിക്കോദിമോസിന് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിച്ചു, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ഇനിയും അമ്മയുടെ ഉദരത്തിലേക്ക് കടന്ന് ചെന്ന് വീണ്ടും ഒരു ജനനം നടക്കണമെന്നാണോ കർത്താവ് എവിടുന്ന് വിചാരിക്കുന്നത്? അതാണോ അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? യേശു പറഞ്ഞു, നോ. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അതിനെ യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം അവിടെ നമ്മുടെ ജനനത്തിങ്കൽ കാണുകയാണ്. ഒരു ദൈവ പൈതലിന്റെ ജനനത്തിന് പരിശുദ്ധാത്മാവിനും സ്ഥാനമുണ്ട്. നമ്മൾ ജനിച്ചത് ഈ ഭൂമിയിൽ, നമുക്ക് ഒരു ജനനം നമ്മുടെ മാതാപിതാക്കളിലൂടെ ലഭിച്ചു. രണ്ടാമത് സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ സെക്കൻഡ് ബർത്ത്, രണ്ടാമതൊരു ജനനം നമുക്ക് സാധ്യമായത്. നമ്പർ 1 ത്രൂ വാട്ടർ ആൻഡ് ത്രൂ the Holy Spirit. Water, it means the word of God. ദൈവത്തിന്റെ വചനമെന്ന ബീജം, കെടാത്ത ബീജം, അത് നമ്മുടെ ഉള്ളിൽ കർത്താവ് നൽകി. അതിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലൂടെ ആയി കഴിഞ്ഞപ്പോൾ, ആത്മാവിനെ വെള്ളത്തിനാലും ആത്മാവിന്റെ പ്രവൃത്തിയാലും ദൈവം നമുക്ക് ഒരു ജനനം നൽകി തന്നു. ഇവിടെ ആയിരിക്കുന്ന നമ്മളെല്ലാവരും രണ്ടാമത് ജനിച്ചവരാണ്. യേശുവിനാൽ നമ്മൾ ജനിച്ചവരാണ്, പരിശുദ്ധാത്മാവിൽ ജനിച്ചവരാണ്, ദൈവവചനത്തിലൂടെ നമ്മൾ ജനിച്ചവരാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ ജനനത്തില് പരിശുദ്ധാത്മാവിന്റെ സ്ഥാനമുള്ളതുപോലെ നമ്മുടെ ജനനത്തിലും, ആത്മീയ ജനനത്തിലും, നമ്മുടെ സ്പിരിച്വൽ ബർത്തിലും പരിശുദ്ധാത്മാവിന് സ്ഥാനമുണ്ട് എന്ന് വചനം പറയുന്നു. നമ്പർ 2, the second area in the life of Jesus Christ, we read the place of the Holy Spirit, Matthew chapter 3 verse 16, 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന് വായിക്കാമോ? യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. രണ്ടാമത്തെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മൾ യേശുവിന്റെ ലൈഫിൽ നമ്മൾ കാണുന്നത് ഇൻ ദ റിവർ ഓഫ് ജോർഡാനിലാണ്. യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ
കൈക്കീഴിൽ യേശു സ്നാനം ഏറ്റ് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ, വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. നമ്പർ 1, സ്വർഗം തുറന്നു. നമ്പർ 2, ശബ്ദം അവിടെ കേട്ടു. 3-മത് അതിനോട് ചേർന്ന് സംഭവിച്ചതാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുവിനെ ഒരുക്കുന്നു. അടുത്ത ഘട്ടം, അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത് മരുഭൂമിയിലേക്കാണ്. നമുക്കറിയാവുന്ന ഒരു വിഷയമാണല്ലോ അത്. യേശു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. 40 ദിവസത്തെ ഉപവാസത്തോടു കൂടെയുള്ള ഒരു ശുശ്രൂഷയിലാണ് യേശു മിനിസ്ട്രി ആരംഭിക്കുന്നത്. അവിടെ ആ മരുഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരവസ്ഥ തന്നെയാണ്. പിശാച് തന്നെ അവിടെ കാത്തിരിക്കുന്നു, വരട്ടെ. അവന്റെ ആദ്യ സന്ദർഭം തന്നെ, തന്റെ തുടക്കം തന്നെ തകർത്ത് കളയുവാൻ, ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അവനെ പരാജയപ്പെടുത്തി കളയുവാൻ, നിരാശപ്പെടുത്തി കളയുവാൻ മരുഭൂമിയിൽ ശത്രുവായ സാത്താൻ കാത്തിരിക്കുമ്പോൾ പിശാച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന, അഭിഷക്തരായിരിക്കുന്ന നമ്മുടെ ലൈഫിലും നമുക്ക് പറയാൻ ഒരു ധൈര്യമുണ്ട്. നമ്മൾ വെറുതെ കയറി വരുന്നവരല്ല. ആമേൻ, ദൈവത്തിന്റെ ആത്മാവിനാൽ ആമേൻ നിറവ് പ്രാപിച്ചിട്ട് ഞങ്ങള് ആമേൻ മുന്നോട്ട് കടന്നു വരുന്നത്. ഹല്ലേലൂയ. അത് എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? എഫേസ്യ ലേഖനം, നമ്മോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നു. യേശു യോർദാനിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ, ആത്മാവിനാൽ യേശു നിറയപ്പെട്ടതുപോലെ നമ്മുടെ ലൈഫിലും ഒരു നിറവ്, ആത്മാവിന്റെ നിറവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന 5-ാം അധ്യായം 18-ാം വാക്യം, ആ വാക്യം കൂടെ വായിക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി നിറഞ്ഞവരായി യോർദാനിൽ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ നിറച്ചു. ജീസസ് വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ശുശ്രൂഷയുടെ തുടക്കം ആത്മനിറവോടുകൂടെ, ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് യേശു മരുഭൂമിയിലേക്ക് കടന്നു. 3 പരീക്ഷകളിലൂടെ യേശു കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ആ പരീക്ഷകളിലൂടെ എങ്ങനെ യേശു അതിനെ അതിജീവിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ പിന്നിൽ ഈ ആത്മാവിന്റെ നിറവ് ഒരു ഘടകമായിരുന്നു. നമ്മോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നു, ഈ ലോകപ്രകാരത്തിൽ 2 വിധത്തിലുള്ള നിറവുണ്ട്. നമ്പർ 1, വീഞ്ഞു കുടിച്ച് മത്തുപിടിക്കുന്ന ഒരവസ്ഥ ഈ ലോകത്തിനുണ്ട്. അവർ വീഞ്ഞു കുടിച്ച് നിറയുന്നു. ലോകത്തിന്റെ ഈ കാണപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ അവരനുഭവിച്ച് പാപത്തിന്റെ അവസ്ഥകളിലൂടെ അവർ നിറവ് പ്രാപിച്ച് കടന്നു പോകുന്നവരുണ്ട്. ലോകപ്രകാരം സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടി പാപത്തിന്റെ പുറകെ, മദ്യപാനത്തിന്റെ പുറകെ, മറ്റ് ഡ്രഗ്സിന്റെ പുറകെ ഒക്കെ കടന്നുപോയി ഒരു നിറവിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ പൗലോസ് പറയുന്നു, നമ്മൾ വീഞ്ഞു കുടിച്ചല്ല നിറവ് പ്രാപിക്കേണ്ടത്. നമുക്ക് നിറയുവാൻ തക്കവണ്ണം ഒരു പ്രൊവിഷൻ ഇവിടെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ആത്മാവിനാലുള്ള ഒരു നിറവാണ്. ഒരു ദൈവ പൈതൽ ആത്മാവിനാൽ നിറവ് പ്രാപിക്കുമ്പോൾ മുൻപിൽ നാം അറിയാതെ നമുക്ക് വേണ്ടി കെണികൾ ഒരുക്കുന്ന, യേശുവിന്റെ മുൻപിൽ പരീക്ഷകനായി സാത്താൻ നിൽക്കുമ്പോൾ അതിന്റെ മേൽ കർത്താവ് എങ്ങനെ ജയമെടുത്തുവോ ആ വിധത്തിൽ നമ്മുടെ മേലും അഭിഷേകത്തിന്റെ ശക്തിയാലെ, ആത്മാവിന്റെ ശക്തിയാലെ നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. ഏതിനു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചുവോ അതിന്റെ പൂർത്തീകരണം കാണുന്നത് വരെ ഹല്ലേലൂയ ആത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കും. ആ നിറവ് നമ്മുടെ ലൈഫിന് ജോയ് തരുന്നതാണ്, സന്തോഷം തരുന്നതാണ്, ആത്മാവിന്റെ ആ അഭിവൃദ്ധി നൽകി തരുന്നതാണ്. തളർന്നു പോകാൻ അനുവദിക്കത്തില്ല. ആത്മാവിനാൽ ഒരു ദൈവ പൈതൽ നിറയുമ്പോൾ അവൻ സുവിശേഷ ദാഹിയായിട്ട് മാറുന്നു. എന്തു വന്നാലും, എന്ത് പ്രതികൂലങ്ങൾ മുൻപിൽ കടന്നു വന്നാലും അതിനെ തരണം ചെയ്യുവാൻ, അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അവനെ ഈ ആത്മാവിന്റെ നിറവ് സഹായിക്കുന്നു. യേശുവിന്റെ ലൈഫിൽ the second area we see the infilling of the Holy Spirit. The same infilling Apostle Paul says is for you and me is possible. So God wants to fill everyone with the power and with the anointing of the Holy Spirit. We saw that's in the same in Jesus Christ too. Number 3, മൂന്നാമതായി ഈ പരിശുദ്ധാത്മാവിന്റെ അവസ്ഥയെ നമ്മൾ
യേശുവിൽ കാണുന്ന മേഖല എന്ന് പറയുന്നത്, ഇൻ ദ ലൈഫ് ഓഫ് ജീസസ് വി സീ ദ ഫോർത്ത് ഏരിയ can you just read Matthew chapter 4 verse 4? മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും എഴുതിയിരിക്കുന്നു. 4-ന്റെ 1 വായിച്ചേ ആന്റി. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഒന്നുകൂടെ വായിച്ചേ. പരീക്ഷിക്കപ്പെടേണ്ടതിന് ആര് നടത്തി? ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ്, ഹോളി സ്പിരിറ്റ്, നോട്ട് ദുരാത്മാവ്, നോട്ട് ഈവിൾ സ്പിരിറ്റ്. എവിടോട്ട് നടത്തി? മരുഭൂമിയിലേക്ക്, പരീക്ഷകന്റെ അടുക്കലേക്ക്, പരീക്ഷയിലേക്ക്. ആത്മാവ്. നമുക്ക് ഒരുപക്ഷെ അവിടെ ചോദിക്കാം, പരിശുദ്ധാത്മാവ് എന്തിനാ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ഒരു ദൈവമായി തന്നെ എന്തിനാ പരീക്ഷയിലോട്ട് തള്ളിവിടുന്നത്? പരീക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റിക്കൊണ്ട് പോകേണ്ടത് ആ പരിശുദ്ധാത്മാവ്. ആ പ്രതികൂലത്തിൽ ചെന്നുപെടാതെ, ആ വിഷയങ്ങളിൽ ചെന്നുപെടാതെ, അവന്റെ പോരാട്ടങ്ങളിൽ ചെന്നുപെടാതെ, ഹല്ലേലൂയ, വഴിതിരിച്ചു വിടേണ്ട പരിശുദ്ധാത്മാവ് ഇവിടെ യേശുവിനെ അവിടോട്ട് നടത്തുകയാണ്, ആ പരീക്ഷയിലേക്ക് നടത്തുകയാണ്. Glory be to God. ഇന്ന് ഈ രാവിലെ സമയം ഇവിടുന്ന് കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് പോലെയും നമ്മൾ ചിന്തിക്കുന്നത് പോലെയും ഒന്നും അല്ല ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരിലും ദൈവം ഇങ്ങനെ പരീക്ഷയിലൂടെ കടത്തിവിട്ട് അവനെ തകർക്കുമെന്നല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന് അറിയാം ഒരു ദൈവ പൈതലിന് എങ്ങനെ കടത്തിവിട്ടാൽ അവൻ അധികം പ്രയോജനപ്പെടും, എവിടോട്ട് എങ്ങനെ അവൻ നടത്തിയാൽ അവൻ എനിക്ക് വേണ്ടി പ്രയോജനമുള്ളവനാകുമെന്ന് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. അനുവദിക്കാൻ പാടില്ലാത്ത പരീക്ഷകൾ, നമുക്ക് സഹിക്കാൻ പാടില്ലാത്തതൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. പക്ഷെ ഒരു ദൈവ പൈതലിനെ ചില മേഖലകൾ ദൈവം അനുവദിക്കുന്നത്, അതിലൂടെ ദൈവം അവനെ പുറത്തെടുത്ത് ദൈവത്തിന് അധികം പ്രയോജനപ്പെടുത്താൻ നിയോഗമുള്ളത് കൊണ്ടാണ്. ദൈവത്താൽ കടന്നു വരുന്ന ഒരു പരീക്ഷയിൽ ഒരു ദൈവ പൈതൽ കടന്നു പോയാൽ അവന് തോൽവി വരത്തില്ല, അവന്റെ മേൽ ദൈവം ജയം നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആ പരീക്ഷയിലൂടെ ജയം മാത്രമല്ല, 4-ാമത്തെ പോയിന്റിൽ ഞാനത് പറയാം. പ്രൈസ് ദി ലോർഡ്. നോട്ട് ഓൺലി ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ബി വിക്ടോറിയസ്, അതിനോട് ചേർന്ന് മറ്റൊന്നുകൂടെ ദൈവം നൽകിത്തരാൻ ഉള്ളത് കൊണ്ട് ചില പരീക്ഷകൾ ദൈവം അനുവദിക്കുന്നത്. അത് യേശുവിന്റെ ലൈഫിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിലും ആ പരീക്ഷ ഉണ്ടോ? ആത്മാവ് അങ്ങനെ നടത്തുമോ? ഒന്ന് വായിച്ചേ. നമ്മോടുള്ള ബന്ധത്തിൽ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ വചനഭാഗം നമ്മോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണെന്ന് അവര് വിവരിക്കുന്നുണ്ട്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാവുന്നു. ദൈവത്തിന്റെ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്താൽ നമ്മൾ നടത്തപ്പെടും, ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് യേശുവിന്റെ ലൈഫിൽ എവിടോട്ടാണ് നടത്തിയത്? ആ മരുഭൂമിയിലേക്കാണ് നടത്തിയത്. മരുഭൂമിയിൽ 3 പരീക്ഷകളാണ് യേശുവിന്റെ മുൻപിൽ കാത്തിരിക്കുന്നത്. നമുക്കത് അറിയാമെന്നുള്ള വിഷയമായതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ഉപവാസത്തിന്റെ ഫാസ്റ്റിങ്ങോടുകൂടെ 40 days ഓഫ് ഫാസ്റ്റിംഗ്, അത് ഇവിടെ വെച്ച് തീരുമാനിച്ച തീരുമാനമല്ല. പെട്ടെന്ന് കർത്താവ് എടുത്ത ഒരു ഭയങ്കര പോരാട്ടങ്ങൾ അതുപോലെ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഉപവസിക്കാൻ തീരുമാനിക്കുന്നത്, ഉപവാസം ഡിക്ലെയർ ചെയ്തതല്ല, സ്വർഗത്തിലെ തീരുമാനം പോലെയാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു തുടങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു കാര്യപരിപാടിയിൽ ഈ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. പിശാചിനാൽ 3 പരീക്ഷകൾ അവിടെ ഉണ്ടായിരുന്നു. അത് 3 മേഖലകളും പിശാച് അപ്രോച്ച് ചെയ്യുന്നത് കർത്താവായ യേശുവിൽ കണ്ട ചില ബലഹീനതകളിലൂടെ അവനെ ഏത് വിധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് പിശാച് അവനെ നന്നായിട്ട് പഠിച്ചു. അതിലൂടെയാണ് അവൻ ആ പരീക്ഷകളെയും രൂപപ്പെടുത്തിയിരിക്കുന്നത്. പിശാച് മനസ്സിലാക്കി യേശു തുടങ്ങാൻ പോവുകയാണ്. തുടക്കത്തിലെ ഒരു പരാജയം. അത് മരുഭൂമിയിലൂടെ യേശു ഉപവാസത്തിലൂടെ ആഹാരമൊന്നും കഴിക്കാതെ വിശന്ന് നടക്കുകയാണെന്ന് ശത്രു മനസ്സിലാക്കി അതിനെ പിശാച് കയറി പിടിക്കുകയാണ്. അതിലൂടെ
ആമേൻ. യേശുവിനോട് പറയുന്നു, ഈ കല്ലുകളോട് അപ്പമായി കർത്താവേ നിനക്ക് വിശപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാൻ കല്ലുകളെ അപ്പമാക്കി തരാം എന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു അല്പം എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ ഈ കല്ലുകളോട് അപ്പമായിട്ട് തീരാൻ കൽപ്പിക്കാം, ഈ അപ്പം നിനക്ക് വിശപ്പിന് ഒരു വിശപ്പ് മാറാൻ ഒരു കാരണമാകട്ടെ. സോ ഞാനത് തരട്ടെ എന്ന് പിശാച് ചോദിച്ചില്ല. പിശാച് പറയുകയാണ്, യേശുവേ നിനക്ക് ഒരു ദൈവ പൈതലിനെ സാത്താന് നല്ല വണ്ണം അറിയാം നീ ആരാന്ന്. ഹല്ലേലൂയ. പിന്നെ അവനൊരു ചെറിയ സന്തോഷം കിട്ടുന്നത്, അവൻ പറയുമ്പോ ഞാനതങ്ങ് ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനമെടുക്കാൻ വേണ്ടിയിട്ട് പിശാച് പ്രാർത്ഥിക്കുന്ന മക്കളെ സമീപിക്കുന്നത്. ഹല്ലേലൂയ. സാത്താന് കഴിയത്തില്ല, പിശാചിന് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അവൻ അറിയാം. പക്ഷെ അവന് ഇച്ചിരി ഒരു സന്തോഷം എടുക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളെ ബിലയാമിനോട് അതാണല്ലോ ബാലാക്ക് പ്രഭുക്കന്മാരെ പറഞ്ഞത്, അവൻ കടന്നു പോയാൽ, അവൻ പ്രവചിച്ചാൽ, അവൻ ഇസ്രായേൽ മക്കളെ ശപിച്ചാൽ അതൊരു ശാപമായിരിക്കും. അതുകൊണ്ട് പിശാച് അവനെ കരത്തിലെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത് പോലെ ആമേൻ. ബാലാക്ക് വന്ന് ശപിക്കുന്നില്ല, പക്ഷെ ഒരു ദൈവ വൈതനെ കൊണ്ട്, അഭിഷക്തനെ കൊണ്ട് ശപിക്കുകയാണ്. ഹല്ലേലൂയ. ആ ശാപം ഏൽക്കുമെന്ന് ബിലയാമിന് അറിയാം. ദൈവ മക്കൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും, അത് നടക്കും. അത്ഭുതങ്ങളാകട്ടെ, സൗഖ്യങ്ങളാകട്ടെ, വേറെ ദൈവ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ വിടുതലുണ്ടെന്ന് നമ്മൾ മാത്രമല്ല അറിയുന്നത്, അഭിഷക്തരായി നമ്മൾ മാത്രമല്ല സംസാരിക്കുന്നത്, പിശാചിനും നല്ലവണ്ണം അറിയാം. പക്ഷേ പിശാച് അത് മുതലെടുക്കുവാനുള്ള സാധ്യത നമ്മൾ തിരിച്ചറിയണം ദൈവമക്കളെ. ഹല്ലേലൂയ. എല്ലാവരുടെ മുൻപിൽ നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കുകളും ഒന്ന് പ്രകടിപ്പിക്കാൻ നിൽക്കരുത്. അതിന്റെ പിന്നിൽ പിശാചിന്റെ പദ്ധതികളെ നമ്മൾ തിരിച്ചറിയണം. ആർക്കെങ്കിലും വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ, എവിടെയെങ്കിലും പോയി നമ്മൾ കരയുമ്പോൾ, ഹല്ലേലൂയ, അതിൽ പിശാച് മുതലെടുക്കുവാൻ നമ്മളൊരു അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. കർത്താവ് വേണമെങ്കിൽ ഐ നോ ദാറ്റ് ഐ ക്യാൻ ഡു എന്ന് പറഞ്ഞ് യേശുവിന് ആ മിറക്കിൾ ചെയ്യാമായിരുന്നു. കണ്ടില്ലേ ഞാൻ ചെയ്തതുപോലെ? നോ. ഹല്ലേലൂയ. പിശാചിന്റെ ഉദ്ദേശങ്ങളെ തിരിച്ചറിയണം. ആമേൻ. ലോകത്തിന്റെ ഇഷ്ടങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരണം എന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. എന്റെ സമയം ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ 4ാമത്തെ പോയിന്റിലേക്ക് ഒന്ന് കയറി ഞാൻ എന്റെ മെസ്സേജിന് ഇവിടെ സമാപ്തി കുറിക്കുവാൻ ആഗ്രഹിക്കുന്നത്. The fourth area in the life of Jesus, യേശുവിന്റെ ലൈഫിൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം നമുക്ക് ഒന്ന് വായിക്കാം. ഗ്ലോറി ബി ടു ഗോഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 14. യേശുവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ 4ാമത്തെ സ്ഥാനം, അത് നമ്മോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തി കുറിവാക്യമായിട്ട് വായിച്ച 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യവും. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. എവിടെന്നാ ഈ മടക്കം എന്നറിയാമോ? ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ജീസസ് entered into the wilderness by the Holy Spirit. പരിശുദ്ധാത്മാവ് തന്നെ നിർബന്ധിച്ച് മരുഭൂമിയിലേക്ക് പോയി. 3 പരീക്ഷകളിലൂടെ യേശു കടന്നു ചെന്നിട്ട് now he's coming out from every temptation. ആ പരീക്ഷകളിൽ നിന്ന് യേശു മടങ്ങി വരികയാണ്. he's coming out. എങ്ങനെയാ യേശു വരുന്നത്? തകർന്ന പരീക്ഷകളിലൂടെ കടന്നുപോയി, പോരാടി, വല്ലാതെ ക്ഷീണിച്ച് തളർത്ത് അയ്യോ എന്ന് പറഞ്ഞ് വേദനപ്പെട്ടുകൊണ്ടല്ല യേശു മടങ്ങി വരുന്നത്. യേശു വരുന്നത് ആത്മാവിന്റെ ഇരട്ടി ശക്തിയോടെയാ, ആത്മാവിന്റെ ബലത്തോടെയാ. ഒരു ദൈവം അനുവദിക്കുന്ന ചില പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ശോധന വന്നേക്കാം, വെല്ലുവിളികൾ നേരിട്ടേക്കാം, തകർച്ചകൾ കടന്നു വന്നേക്കാം. നമ്മളെ പ്രതീക്ഷിക്കാത്ത നിലകളിൽ ജീവിതം ആടി ഉലഞ്ഞേക്കാം.
എന്നാൽ ദൈവം അനുവദിച്ചു വന്നതുകൊണ്ട്, ദൈവം നമ്മെ ഗൈഡ് ചെയ്ത് അതിലൂടെ നമ്മെ കടത്തിവിട്ടത് കൊണ്ട് ദൈവം അവിടെ കൊണ്ട് അവസാനിപ്പിക്കത്തില്ല. ഒരു മടങ്ങി വരവുണ്ട്, ഒരു റിട്ടേൺ നിന്നെ കാത്തിരിക്കുന്നു. ഏതെങ്കിലും ആരെങ്കിലും ഇന്ന് ഈ സമയം ഈ വചനം കേൾക്കുമ്പോ അതിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ, ആ ഒരു വലിയ തകർച്ച ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുകയാ, ആ ഒരു ശോധനയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാ. ആന്റി, ഞാൻ പറയട്ടെ, ധൈര്യത്തോടെ പറയട്ടെ, അശ്വൻസോടെ ഉറപ്പോടെ പറയട്ടെ, മടങ്ങി വരവ് ദൈവം ആമെ കൽപ്പിച്ചിട്ടുണ്ട്. നീ മടങ്ങി വരാൻ പോകുക. അതിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ, ആ അവസ്ഥയിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോൾ, റബൽക്ക, നീ പോയതുപോലെ ആയിരിക്കത്തില്ല. ഒരു വ്യത്യസ്ത തലത്തിൽ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. പരീക്ഷകളെല്ലാം തികഞ്ഞപ്പോൾ, ശോധനകളെല്ലാം കഴിഞ്ഞപ്പോൾ, ഒരു ജയം ആത്മമണ്ഡലത്തിൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ജീസസ് ക്രൈസ്റ്റ് ഈസ് റിട്ടേണിംഗ് to Galilee, not the same way he entered or he left the first time. ആദ്യം അവൻ പോയതുപോലെ അല്ല മടങ്ങി വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെ. നിങ്ങൾ ഇനി ആ താഴോട്ട് ആ പുസ്തകം ഇന്ന് കഴിയുമെങ്കിൽ നിങ്ങൾ വായിക്കണം. എന്തൊക്കെയാണ് താൻ മടങ്ങി വന്നപ്പോൾ, ഗലീലയിൽ വന്നപ്പോൾ സംഭവിച്ചത്. ഒത്തിരി കാര്യങ്ങൾ അവിടെ താഴോട്ട് ആമേൻ വിവരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന്റെ അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ ആന്റി? Can you just read that verse 14? അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു. ഹല്ലേലൂയ. മടങ്ങി വന്നപ്പോൾ, യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു എന്ന എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിയപ്പോൾ അവന്റെ ശ്രുതി, അവനെ കുറിച്ചുള്ള ആ സംസാരം നാട്ടിലൊക്കെ പാട്ടായി. 15-ാം വാക്യം, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. ഒരു സമയത്ത് എവിടെയോ തകർച്ച നേരിട്ട ചിലരെ ദൈവാത്മാവ് ഈ ലൈവിൽ കാണുന്ന ചിലരോട് ആത്മാവ് പേഴ്സണലായിട്ട് ദൂത് പറയുകയാ. അവിടേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരുവാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, യേശു ബെഥേന്യ എന്ന ഗ്രാമത്തിൽ കടന്നുപോയി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ നാട്ടിലുള്ളവരെല്ലാവരും, യോഹന്നാന്റെ സുവിശേഷം 10-11 അധ്യായം വായിക്കുമ്പോഴാണ് ഈ സംഭവം നമ്മളിവിടെ കാണുന്നത്. ലാസറിന്റെ ബെഥേന്യയിലെ ഗ്രാമം നിങ്ങൾക്കറിയാലോ. ഈ ലാസറിന്റെ ആ ഗ്രാമത്തിന്റെ പേര് ബെഥേന്യ എന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കർത്താവ് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും ഇളകി യേശുവിനെ അടിക്കാൻ അന്വേഷിച്ചു. അവനെ കുറിച്ച് ഉപായം ചിന്തിച്ചു. അവനെ എറിയുവാൻ കല്ലെടുത്തു, വീണ്ടും കല്ലെടുത്തു. അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടു. എങ്ങോട്ടാ പോയത്? 10-ാം അധ്യായത്തിന്റെ 40-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. എവിടേക്കാ? യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ആ ബെഥേന്യ, പേര് ബെഥേന്യ എന്നാണ്. അപ്പോൾ ഇവിടത്തെ ബെഥേന്യയിൽ വലിയൊരു പരാജയം യേശു നേരിട്ടിട്ട് അടുത്ത ബെഥേന്യയിലേക്ക് യേശു കടന്നുപോയി. എന്നാൽ ആ ബെഥേന്യയിൽ യേശു പാർക്കുമ്പോഴാണ് ഇവിടെ ലാസറിന്റെ ഭവനത്തിൽ ഒരു വലിയ ഇൻസിഡന്റ് സംഭവിക്കുന്നത്. ലാസർ മരിക്കുന്നത്. ചിലതൊക്കെ യേശു അനുവദിക്കുന്നത്, ദൈവം അനുവദിക്കുന്നത്. ദൈവത്തിന് പ്രിയനായ ലാസറിന്റെ ലൈഫിൽ സംഭവിച്ചത് ഈ ബെഥേന്യയിൽ യേശുവിന് മടങ്ങി വരണമെന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ കർത്താവിന് ചില പ്രവർത്തികൾ ചെയ്തെടുക്കുവാനുണ്ട്. യേശു കടന്നുപോയത് ഒരു ജയമെടുക്കാൻ കഴിയാതെ ബെഥേന്യയിൽ നിന്ന് പോയത്. But he is going to come again. He is going to return to Bethania again. ബെഥേന്യയിലേക്ക് മടങ്ങി വരാൻ പോകുക. അപ്പോസ്തലന്മാർ പറഞ്ഞു, it's horrible. Hallelujah. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവരെല്ലാം കൊല്ലുവാൻ നമ്മെ അന്വേഷിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ ആകെ പ്രശ്നമാകും. യേശു അതിന്റെ 11:4 പറഞ്ഞു, നമ്മളിപ്പോൾ പോകുന്നത് ദൈവപുത്രൻ മഹത്വം എടുക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ദൈവപുത്രൻ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പോയപ്പോൾ സംഭവിച്ചതുപോലെയല്ല. ഈ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ആ മേശോദരൻ ചിലതൊക്കെ നടക്കാൻ പോകുകയാണ്. ചിലപ്പോഴൊക്കെ ദൈവം നമ്മെ മടക്കി കൊണ്ടുവരും. നേരത്തെ പരാജയപ്പെട്ട ബെഥേനയിലേക്ക് യേശു രണ്ടാമത് കടന്നു വന്നപ്പോ ആൾക്കാരെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. പുത്രനായ യേശുവിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ ആ ബെഥേന്യ പട്ടണം
പട്ടണം മുഴുവനും ആ കർത്താവിന്റെ ശ്രുതി അറിഞ്ഞെങ്കിൽ ഹല്ലേലൂയ ചിലയിടത്ത് ദൈവം നമ്മെ മടക്കി വരുത്തുവാൻ മതിയായ ദൈവമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ആ വാക്യത്തിൽ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ദ സെയിം മെസ്സേജ് ആമേൻ നമ്മൾ വായിക്കും. നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചു 1-8 അപ്പോസ്തല പ്രവർത്തികൾ അവിടെ വായിച്ചത് ഇങ്ങനെ: നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, നമ്മൾ ശക്തി ലഭിച്ചിട്ട് ടുഡേ ആമേശ്വരൻ ഞാൻ ഈ തുടർന്നുള്ള വചനങ്ങൾ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പരാജയപ്പെട്ട ഇടങ്ങളിൽ ദൈവം നമ്മെ ജയത്തിന് വേണ്ടി ഇന്ന് എഴുന്നേൽപ്പിക്കുകയാ. ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് രാത്രിയായിരിക്കാം, അല്ലെങ്കിൽ പകലായിരിക്കാം. ആമേൻ, ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഒരു സമയത്ത് പരാജയപ്പെട്ട ബേഥേനയിലേക്ക് യേശു രണ്ടാമത്തെ ഘട്ടം കടന്നു വരികയാ. ഗലീലയിൽ ഒന്നാമത് യേശു കടന്നു വന്നപ്പോൾ ഉണ്ടായ അനുഭവമല്ല രണ്ടാമത് യേശു ബേഥേനയിൽ കടന്നു വന്നപ്പോൾ. അവൾ മടങ്ങി വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാ. ഇന്ന് ഈ വചനം നമ്മൾ ഇവിടെ കേൾക്കുമ്പോൾ റബൽധന കർത്താവ് നമ്മോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ empowered by the Holy Spirit. ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി പ്രാപിക്കുക. ആത്മാവിന്റെ ശക്തിയോടെ ദൈവം നമ്മെ ചിലയിടത്ത് അയക്കാൻ പോകുകയാ. ചില മേഖലയിൽ പരാജയപ്പെട്ട, ചില മേഖലയിൽ, ചില വിഷയങ്ങളുടെ നടുവിൽ, ചില വ്യക്തികളുടെ നടുവിലേക്ക് ആത്മാവിന്റെ ശക്തിയോടെ ദൈവം നമ്മെ അയക്കാൻ പോകുകയാ. ഐ വാണ്ട് എവരിവൺ ഓപ്പൺ യുവർ മൗത്ത്. കർത്താവേ, ഞാൻ ചിലയിടത്ത് ഞാൻ പരാജയപ്പെട്ടു, ചിലയിടത്ത് എനിക്ക് നിൽക്കാൻ കഴിയാതെ പോയി, ഞാൻ ഉദ്ദേശത്തോടെ കടന്നുപോയി, അത് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നും ഞാൻ ആ പരാജയം ഞാൻ നേരിടുന്നുണ്ട്, ഇന്ന് ഞാൻ ആ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ വചനം സത്യമാണെങ്കിൽ എനിക്കൊരു മടങ്ങി വരവ് ഹല്ലേലൂയ ദൈവം നിയോഗിച്ചിരിക്കുന്നുണ്ട്. നന്ദി പറയുക. ആമേൻ ഹല്ലേലൂയ. ആദ്യം ഇറങ്ങിപ്പോയ ബേഥേനയിലേക്ക് യേശു വീണ്ടും മടങ്ങി വന്നു. ശിഷ്യന്മാർ പറഞ്ഞു, അരുത് കർത്താവേ, നാം പോകരുത്. കർത്താവ് പറഞ്ഞു, ഇല്ല, നാം ലാസറിനെ ഉണർത്തുവാൻ പോകുന്നു. We are going to take Lazarus out. നമ്മൾ അവനെ പുറത്തെടുക്കാൻ പോകുകയാണ്. ജൂതൽക്കന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. കർത്താവിന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലായി. എവിടെയോ ആരൊക്കെ ചില രോഗികളായി, ചില ഭാരങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരുപക്ഷെ കല്ലറയ്ക്കകത്ത് ഒതുങ്ങപ്പെട്ട ഒരു ലാസറസിനെ പോലെ ചില വിഷയങ്ങളിൽ പൂർണ്ണമായി നിരാശ നേരിട്ട് ആമേൻ ആയിരിക്കുന്ന ഒരു മാർത്തയെ പോലെ, മറിയെ പോലെ കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവ് ഇന്ന് ഈ സമയത്ത് ആലോചന പറയുന്നു. ആത്മാവിന്റെ ബലത്തിൽ ആലോചന പറയുന്നു, നിയോഗത്തോടെ ആലോചന പറയുന്നു. ഞാൻ നിന്നെ മടക്കി അയക്കുവാൻ പോകുകയാ. ആമേന് പരാജയപ്പെട്ട ഇടത്ത് ഒരു ശുശ്രൂഷ നിന്നിലൂടെ വെളിപ്പെടേണ്ടതിന്, ഒരു അഭിഷേകം നിന്നിലൂടെ വെളിപ്പെടേണ്ടതിന്, ആട്ടിപ്പായിച്ചവരുടെ മുൻപാകെ ഒരു നിറവ് വെളിപ്പെടേണ്ടതിന്, ഒരു ആത്മശക്തി വെളിപ്പെടേണ്ടതിന് ഇന്ന് ഈ സമയത്ത് ആത്മാവ് നിന്നെ നിയോഗിക്കുകയാണ്. ആത്മാവ് സഭയെ നിയോഗിക്കുകയാണ്. ചില പരാജിതരെ നോക്കി കർത്താവ് പറയുന്നു, നീ അവിടെ ഇരിക്കാനുള്ളവനല്ല, നീ അവിടെ കിടക്കാനുള്ളവനല്ല, എഴുന്നേൽക്ക്. ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ ചിലരുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഗ്ലോറി ബി അൺടു ദ ലോർഡ്. യോർദാനിൽ നിന്നുകൊണ്ട് 50 പ്രവാചക ശിഷ്യന്മാർ ഒരുമിച്ച് എലീശയോട് പറഞ്ഞു, നിന്റെ പോക്ക് നല്ലതല്ല, ഏലിയാവ് എടുത്തുകൊള്ളപ്പെടും, നീ വഴിയിൽ പരാജയപ്പെടും, നീ മരുഭൂമിയിൽ അധീനമാകും, മരുഭൂമിയിൽ നീ മരിക്കേണ്ടി വരും. അവനെ കുറിച്ച് പലതും പറഞ്ഞ് അവനെ നിരാശപ്പെടുത്തുമ്പോ എലീശ മടങ്ങി വരുന്നുണ്ട്. എലീശയ്ക്ക് ഒരു മടങ്ങി വരവ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ പോയപ്പോൾ ഈ വാക്കുകളൊക്കെ കേട്ട് നിരാശയോടെയാ യോർദാൻ കടക്കുന്നത്. ഏലിയാവിന്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ അവൻ എംപ്റ്റി ഹാൻഡോടെയാ കടന്നു പോകുന്നത്. മനുഷ്യനായിട്ട് കടന്നു പോകുന്നത്. എന്നാൽ അവനൊരു മടങ്ങി വരവ് സ്വർഗം കൊടുത്തു. ദൈവം എലീശയെ മടക്കി അയക്കുന്നത് നോക്കി നിൽക്കുന്ന പ്രവാചക ശിഷ്യന്മാരുടെ മുൻപിൽ, നോക്കി നിൽക്കുന്ന വലിയ പ്രവാചകന്മാരുടെ നടുവിൽ, അത് ബേഥേനയിലാകട്ടെ, അത് യെരിഹോവിലാകട്ടെ, യോർദാങ്കിലാകട്ടെ, മടങ്ങത് എന്തോ ചിലതൊക്കെ സംഭവിച്ചവൻ പോയി, അവൻ തീർന്നു. എലീശ അവസാനിച്ചു. ഹി ഈസ് നോട്ട് ഗോയിങ് ടു കമ്മിങ് ബാക്ക് അഗൈൻ. അവൻ ഇനി മടങ്ങി വരത്തില്ല, അവൻ അവസാനിക്കും, തീരും എന്നൊക്കെ വിധിച്ച വിധി എഴുത്തുകളെ കർത്താവ് ഇന്ന് നോക്കിക്കൊണ്ട് ഇന്ന് അതിനെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി
കൊണ്ട് ആത്മാവ് സംസാരിക്കും, he is going to return. അവൻ മടങ്ങി വരാൻ പോകുകയാ. പോയതുപോലെ അല്ല. ഇന്ന് പകൽ ഇതിനകത്ത് ആരാധിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ കുറെ വിധിയെഴുത്തുകൾ പിന്നിലുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞു he is going to end. അവൻ അവസാനിക്കാൻ പോകുകയാണ്, അവൻ തീരുവാൻ പോകുകയാണ്. ഏലിയാവ് എടുത്തുകൊള്ളപ്പെടും, നീ ഒന്നുമില്ലാത്തവനായി മടങ്ങി വരും. പക്ഷേ വിശ്വാസത്തോടെ അവൻ എലീശ കടന്നു പോയി. പ്രിയമുള്ളവരെ, അത് ബഥേലിൽ നിൽക്കാതെ, എരിഹോവിൽ ഒതുങ്ങാതെ, യോർദാനിൽ 50 പേരുടെ ബലത്തിൽ അവൻ ഒതുങ്ങാതെ, അവൻ ഉള്ളിലുള്ള ദർശനത്തിന് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ പരീക്ഷയിലൂടെ കടന്നുപോയി മടങ്ങി വരുന്നുണ്ട് എലീശ. എങ്ങനെയാ? ആത്മാവിന്റെ ഇരട്ടി പങ്കോടെ, ആത്മാവിന്റെ ഇരട്ടി ശക്തിയോടെ. യേശുവിന്റെ നാമത്തിൽ വിധിച്ച വിധിയെഴുത്തുകളുടെ മുൻപിൽ, പരിഹസിച്ചവരുടെ മുൻപിൽ, അവന്റെ ശുശ്രൂഷയ്ക്ക് 0 മാർക്ക് ഇട്ടവരുടെ മുൻപിൽ കർത്താവ് വിത്ത് ഡബിൾ പോർഷൻ ഓഫ് അനോയിന്റിംഗ്, ആത്മാവിന്റെ ഇരട്ടി ശക്തിയോടെ മടങ്ങി മടങ്ങി വന്നതുപോലെ ചിലരെ ദൈവം നിയോഗിക്കുന്ന, ചില രാജ്യങ്ങളിലേക്ക് ദൈവം നിയോഗിക്കുന്ന അഭിഷക്തമാർ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. നിന്റെ പ്രവചനം, നിന്റെ വീടിനകത്ത് മാത്രം ഒതുങ്ങത്തില്ല, നിന്റെ ദേശത്ത് മാത്രം ഒതുങ്ങത്തില്ല. ചില രാജ്യങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കുന്നുണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ വഴികൾ ദൈവം തുറക്കുകയാ. ഒരു റിട്ടേൺ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ രണ്ടാമത്തൊരു ഘട്ടമുണ്ട്. അവിടെ നീ പരാജയം അനുഭവിക്കാൻ പോകുന്നില്ല. യേശു ഗലീലിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. അവൻ പള്ളികളിലൊക്കെ ഉപദേശിച്ചു. പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, ചോദനകൾ വന്നില്ലെന്നല്ല, പക്ഷേ അതൊരു ഭയങ്കര വിജയത്തിന്റെ ശുശ്രൂഷയായിരുന്നു. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് ഈ സ്തോത്രം രാവിലെ ഈ ഹ്യൂസ്റ്റണില് മുട്ടുമടക്കിയിരിക്കുന്ന രാജ്യങ്ങൾ, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന അഭിഷക്ത മക്കൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് എളിയവൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവിടുത്തെ ശുശ്രൂഷയിൽ ജനനം മുതൽ ശുശ്രൂഷയുടെ അവസാന ഘട്ടം വരെ ആത്മാവ് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതുപോലെ, ഹല്ലേലൂയ, ഇൻ യുവർ ബർത്ത്, ഹല്ലേലൂയ, ആത്മാവ് യേശുവിന്റെ ജനനത്തിങ്കൽ കൂടെ ഇരുന്നത് പോലെ, കർത്താവെ താൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ ആത്മാവ് നിറച്ചതുപോലെ, ആത്മാവ് തന്നെ ലീഡ് ചെയ്തതുപോലെ, സ്തോത്രം, ആത്മാവിന്റെ ശക്തിയാൽ മടങ്ങി വന്നതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആത്മാവിനാൽ ബലപ്പെടുവാൻ, ആത്മാവിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ നീ ഒരുക്കണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഒരുമിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. Amen and amen. Thank you, Jesus. Amen. Thank you, Pastor. Thank you so much. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ മറ്റൊരു ശുശ്രൂഷയ്ക്ക് രാവിലെ കടന്നു പോകുന്നുണ്ട്. എന്നെ ഓർത്ത്, എന്റെ ശുശ്രൂഷയെ ഓർത്ത്, ഫാമിലിയെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. Amen.